മഹാരാഷ്ട്രയിലെ നവി മുംബൈയിൽ പട്ടാപ്പകൽ മോഷണം. ബുർക്ക ധരിച്ചെത്തിയ 3 പേർ ജ്വല്ലറിയിൽ മോഷണം നടത്തി. തോക്ക് ചൂണ്ടി ജ്വല്ലറി ഉടമയെ നിർത്തിയ ശേഷമായിരുന്നു മോഷണം. അതിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ശ്രീനാഥചന്ദ്രൻ മുംബൈയിൽ ചേരുന്നു. ശ്രീനാഥ്, എപ്പോഴായിരുന്നു ഈ മോഷണം? ഈ എത്തിയ മോഷണ സംഘത്തെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? സുഹൈല്, ഇന്നലെ രാവിലെ ഏതാണ്ട് 10:45 നടന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് നവി മുംബൈയിലെ സീവുഡ്സിലെ സെക്ടർ 42A എന്ന മേഖലയിലുള്ള ഒരു ജ്വല്ലറിയാണ്. സംഘം ജ്വല്ലറി എന്നതാണ് ഇതിൻ്റെ പേര്. മാത്രമല്ല, ഇത് സീവുഡ്സിലെ ഈ മേഖലയിലെ പോലീസ് സ്റ്റേഷനോട് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ജ്വല്ലറിയാണ്. അതായത് പോലീസ് സ്റ്റേഷന് സമീപത്ത് തന്നെയുള്ള ഒരു ജ്വല്ലറിയിലേക്കാണ് മോഷ്ടാക്കൾ ഇങ്ങനെ പട്ടാപ്പകൽ ഒരു മോഷണത്തിനായി എത്തിയത് എന്നത് ഈ സംഭവത്തിൻ്റെ ഗൗരവം കുറച്ച് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇവരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ബുർഖ ധരിച്ചാണ് ഈ കുറ്റവാളികൾ എത്തിയത്. 3 പേരാണ് ഈ ജ്വല്ലറിക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നത്. പുറത്ത് വാഹനത്തിൽ ഒരാൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ 3 പേർ അകത്തേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ ജ്വല്ലറി ഉടമ മാത്രമായിരുന്നു ആ സമയം ഉണ്ടായിരുന്നത്. ഒരു വലിയ ജ്വല്ലറി ഷോറൂം അല്ല, ചെറിയൊരു ജ്വല്ലറിയാണ്. അദ്ദേഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം പുറത്തു വന്നതിന് പിന്നാലെ തോക്കിൻ മുനയിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി നിർത്തിയ ശേഷം ഒരാൾ അങ്ങനെ നിൽക്കുമ്പോൾ ബാക്കി 2 പേർ അവിടെ നിന്ന് സ്വർണവും മറ്റുമൊക്കെ ഈ ബാഗിലേക്ക്, അവരുടെ ചാക്കിലേക്കും മറ്റും മാറ്റുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഈ മോഷണം പൂർത്തിയാക്കി അവിടെ നിന്ന് ഈ കാറിൽ അവിടുന്ന് രക്ഷപ്പെട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസ് ഇവരെ കണ്ടെത്താൻ വേണ്ടി വ്യാപകമായ പരിശോധനകൾ തെരച്ചിൽ നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം നടക്കുന്നത്. പക്ഷേ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട്. അതായത് തോക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അത് യഥാർത്ഥ തോക്കാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം വെടി ഉതിർത്തിരുന്നില്ല. വ്യാജ തോക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തേത്, വാഹനം തിരിച്ചറിഞ്ഞെങ്കിലും നമ്പർ പ്ലേറ്റ് വ്യാജമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.